ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ മണിയുടെ ഡെഫിനിഷൻ എന്താണെന്നും ലീഗൽ ടെൻഡർ മണി എന്താണെന്നും മനസ്സിലാക്കാം. നമ്മൾ യൂട്യൂബിലെ ചില വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ചിലർ ₹1 നാണയങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ചില ബൾക്ക് പർച്ചേസുകൾ നടത്തുന്നത്, ഐഫോൺ പോലെയുള്ള വലിയ വിലയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ഓക്കെ, യഥാർത്ഥത്തിൽ ലീഗലി എത്ര രൂപ വരെ, അതായത് നാണയങ്ങൾ മാത്രം ഉപയോഗിച്ച് എത്ര രൂപ വരെയുള്ള പർച്ചേസുകൾ നടത്താം, ലീഗലി എത്രയാണ് അതിന് അനുവദീയമായിട്ടുള്ള ലിമിറ്റ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഡെഫിനിഷൻ ഓഫ് മണി. നമുക്ക് ആദ്യം മണിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. മണിയുടെ ഡെഫിനിഷനായിട്ട് പറയുന്നത്, മണി ഈസ് എനിത്തിങ് വിച്ച് ഈസ് ജനറലി അക്സെപ്റ്റഡ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അത് ജനറലി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന എന്തിനേയും മണി എന്ന് പറയാം. ഇപ്പം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന മണിയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കറൻസി നോട്ടുകൾ. അത് മാത്രമല്ല, മെഷർ ഓഫ് വാല്യൂ അളക്കാൻ പറ്റണം, സ്റ്റോർ ഓഫ് വാല്യൂ, അത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റണം, ആൻഡ് മീൻസ് ഫോർ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്, പിന്നത്തേക്കൊരു പേയ്മെൻറ്റ്. ഇപ്പം ഞാനിപ്പോൾ സാധനങ്ങൾ എനിക്ക് വിൽക്കുക, പൈസ പിന്നെ തരാം, ഇങ്ങനെ ഒരു ഡിഫേർഡ് പേയ്മെൻറ്റ് വയ്ക്കാൻ പറ്റണം. ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു മീഡിയത്തെ മീഡിയം ഓഫ് എക്സ്ചേഞ്ചിന് വിളിക്കുന്ന പേരാണ് മണി. ഇതാണ് മണിയുടെ ഡെഫിനിഷൻ. ഇനി നമുക്ക് മണിയുടെ ലീഗൽ ഡെഫിനിഷനിലേക്ക് കടക്കാം. ലീഗൽ ഡെഫിനിഷൻ ഓഫ് മണി എന്തെന്ന് വെച്ചാൽ, അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ, മണി ഈസ് വാട്ട് ദ ലോ സേസ് ഈസ് മണി. നിയമപ്രകാരം എന്താണോ മണി അഥവാ പണം എന്ന് പറയുന്നത്, അതെല്ലാം പണമായിട്ട് ഉപയോഗിക്കാം. സോ എനിത്തിങ് വിച്ച് ദ ഗവൺമെൻറ് ഡിക്ലെയർസ് ആസ് മണി ഈസ് മണി. ഗവൺമെൻറ് എന്താണോ മണിയായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് അത് മണിയാണ്. ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള മണിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന നോട്ട്സ് എന്ന് ഓർക്കുക. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ലീഗൽ റെക്കഗ്നീഷൻ, മണി ഈസ് ഓഫ് 2 kinds. അതായത് ലീഗൽ റെക്കഗ്നീഷൻ്റെ അടിസ്ഥാനത്തിൽ 2 kinds ഓഫ് മണിയുണ്ട്. ഒന്ന് ലീഗൽ ടെൻഡർ മണിയും നോൺ ലീഗൽ ടെൻഡർ മണിയും ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇനി നമുക്ക് ലീഗൽ ടെൻഡർ മണി എന്താണെന്ന് പരിശോധിക്കാം. മണി വിച്ച് ക്യാൻ ബി ലീഗലി യൂസ്ഡ് ടു മേക്ക് പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ്സ് ഓർ അതർ ഒബ്ലിഗേഷൻസ് ഈസ് ടേംഡ് ആസ് ലീഗൽ ടെൻഡർ മണി. അതായത് നമുക്ക് കടം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കുന്നതിനോ മറ്റാവശ്യങ്ങൾക്കോ ലീഗലി, അതായത് നിയമപ്രകാരം എന്തൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, അതാണ് ലീഗൽ ടെൻഡർ മണി. അതായത് നമ്മൾ കറൻസി നോട്ടുകളും കോയിൻസുമാണ് ഉദ്ദേശിച്ചത്. അപ്പം എ ക്രെഡിറ്റർ ഈസ് ഒബ്ലിഗ്ഡ് ബൈ ലോ ടു റിസീവ് സച്ച് മണി ഇൻ പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ് ഡ്യൂ ടു ഹിം. അതായത് നമ്മുടെ കടം കൊടുത്തയാളിൽ അയാൾക്ക് പൈസ തിരിച്ച് മേടിക്കുമ്പോഴത്തേക്ക് ലീഗലി ഇദ്ദേഹം ഈ സാധനങ്ങൾ, അതായത് ലീഗലായിട്ട് നമുക്ക് ഇത്രയും പണം, ഇതൊക്കെയാണ് പണമായിട്ട് റിസീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് ലീഗൽ ടെൻഡർ മണി. ഞാനിപ്പോൾ പറഞ്ഞ ഈ ലീഗൽ ടെൻഡർ മണിയെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. ലീഗൽ ടെൻഡർ മണി ഈസ് ഓഫ് 2 kinds. അതായത് ലിമിറ്റഡ് ലീഗൽ ടെൻഡർ എന്നും അൺലിമിറ്റഡ് ലീഗൽ ടെൻഡർ എന്നും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ലിമിറ്റഡ് ലീഗൽ ടെൻഡർ എന്താണെന്ന് നോക്കാം. അതായത് വിച്ച് ക്യാൻ ബി പെയ്ഡ് ഇൻ ഡിസ്ചാർജ് ഓഫ് എ ഡെറ്റ് അപ് ടു എ സർട്ടൺ ലിമിറ്റ്. അതായത് ഒരു ലിമിറ്റ് വരെ നമ്മൾ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് വരെ ഈ മണി ഉപയോഗിച്ച്, അതായത് ലിമിറ്റഡ് ലീഗൽ ടെൻഡർ ഉപയോഗിച്ച് റീപേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിയോണ്ട് ദിസ് ലിമിറ്റ് എ പേഴ്സൺ മേ റെഫ്യൂസ് ടു ആക്സെപ്റ്റ് ദ പേയ്മെൻറ്റ് ആൻഡ് നോ ലീഗൽ ആക്ഷൻ ക്യാൻ ബി ടേക്കൺ അഗെയിൻസ്റ്റ് ഹിം. അതായത് അതിനപ്പുറം, ആ ലിമിറ്റിനപ്പുറത്തേക്കും ഈ കടം മേടിച്ച ആൾ തിരിച്ച് ഈ ലിമിറ്റഡ് ലീഗൽ ടെൻഡർ വെച്ചിട്ട് പേ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് മേടിക്കാതിരിക്കാനുള്ള ഓപ്ഷനുണ്ട്. അദ്ദേഹത്തിന് നിയമപരമായിട്ട് പോകാനുള്ള ഓപ്ഷനുണ്ട്. ഉദാഹരണത്തിന്, ഞാനിപ്പം ഒരാളിൽ നിന്ന് 1 ലക്ഷം രൂപ കടം മേടിച്ചു. ഈ 1 ലക്ഷം രൂപയും ₹1 നാണയമായിട്ട് തിരിച്ചു കൊടുക്കുന്നൊരവസ്ഥ. അപ്പം ഇങ്ങനൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ കടം തന്നയാൾക്ക് എനിക്ക് ഈ ലിമിറ്റഡ് ലീഗൽ ടെൻഡർ വെച്ചാണ് എനിക്ക് റീപേ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നിയമപരമായിട്ട് നീങ്ങാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ആസ് പെർ കോയിനേജ് ആക്ട് 2014 ഒരു കോയിനേജ് ആക്ട് ഉണ്ട്. ഈ ആക്ട് പ്രകാരം കോയിൻസ് ഷാൾ ബി എ ലീഗൽ ടെൻഡർ ഇൻ കേസ് ഓഫ് കോയിൻ ഓഫ് എനി ഡിനോമിനേഷൻ നോട്ട് ലോവർ ദാൻ ₹1. അതായത് ₹1 താഴാതെയുള്ള ഏത് കോയിൻ ആയാലും ഫോർ എനി സം നോട്ട് എക്സീഡിങ് ₹1000. അതായത് 1000 രൂപയിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കൂടുതൽ നമുക്ക് റീപേ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാധനം മേടിക്കാനോ പറ്റത്തില്ല. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ കാര്യം ഇപ്പോഴാണ് നമുക്ക് ഇവിടെ വ്യക്തമാണ്, അല്ലേ? അതായത് 1000 രൂപയിൽ കൂടുതൽ നമുക്ക് ഈ ലിമിറ്റഡ് ലീഗൽ ടെൻഡർ, അതായത് നാണയങ്ങൾ ഉപയോഗിച്ച് ഒരു പർച്ചേസ് നടത്താൻ പറ്റത്തില്ല. അത് മാത്രമല്ല, കടം തന്നയാൾക്ക് റീപേ ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് നിഷേധിക്കാവുന്നതാണ്. 1000 രൂപ വരെ, 1000 രൂപ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് നിഷേധിക്കാവുന്നതാണ്. 1000 രൂപ വരെ ലീഗലാണ് എന്ന് ഓർക്കുക. അതായത് ഇവിടെ നാണയങ്ങളെയാണ് ലിമിറ്റഡ് ലീഗൽ ടെൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമുക്ക് അൺലിമിറ്റഡ് ലീഗൽ ടെൻഡർ എന്താണെന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും, എല്ലാ നാണയങ്ങൾ ഒഴികെയുള്ള എല്ലാ നോട്ടുകളും, കറൻസി നോട്ടുകളും, ഓക്കെ, അതിനെയാണ് അൺലിമിറ്റഡ് ലീഗൽ ടെൻഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇറ്റ് ക്യാൻ ബി പെയ്ഡ് ഇൻ ഡിസ്ചാർജ് ഓഫ് എ ഡെറ്റ് ഓഫ് എനി എമൗണ്ട്. അതായത് എത്ര രൂപ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ലീഗൽ ടെൻഡർ ഉപയോഗിച്ച് നമുക്ക് കടം മേടിച്ച പൈസ തിരിച്ചും കൊടുക്കാവുന്നതാണ്, നമുക്ക് സാധനങ്ങൾ പർച്ചേസും ചെയ്യാവുന്നതാണ്. അപ്പം ലീഗൽ ആക്ഷൻ ക്യാൻ ബി ടേക്കൺ എഗെയിൻസ്റ്റ് എ പേഴ്സൺ ഹൂ റെഫ്യൂസസ് ടു ആക്സെപ്റ്റ് ദിസ് മണി. അതായത് പണം മേടിക്കാൻ
നിരസിക്കുന്ന, അതായത് എനിക്ക് പണമായിട്ട് വേണ്ട, ഈ അത് നാണയമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിരസിക്കാം, എന്നാൽ പണമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നിരസിച്ചാൽ അദ്ദേഹത്തിനെതിരെ, നിരസിക്കുന്ന ആൾക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇൻ ഇന്ത്യ പേപ്പർ നോട്ട്സ് ആർ അൺലിമിറ്റഡ് ലീഗൽ ടെൻഡർ. ഇന്ത്യയിൽ പേപ്പർ നോട്ട്സ് ആണ് അൺലിമിറ്റഡ് ലീഗൽ ടെൻഡർ ആയിരിക്കുന്നത്. അടുത്തത് നോൺ ലീഗൽ ടെൻഡർ മണി അഥവാ ഓപ്ഷണൽ മണി എന്താണെന്ന് മനസ്സിലാക്കാം. Okay, it refers to that form of money which is generally accepted but legally one is not bounded to accept it. അതായത് ജനറലി അക്സെപ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിലും ലീഗലി നിയമപരമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യണം എന്ന് നിയമം അനുശാസിക്കുന്നില്ല. അങ്ങനെയുള്ള പണത്തെയാണ് നോൺ ലീഗൽ ടെൻഡർ മണി എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചെക്സ്, അപ്പം ഒരാൾ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിരസിക്കാം, എനിക്ക് ചെക്ക് വേണ്ട ക്യാഷായിട്ട് മതി എന്ന് പറയാം. ഓക്കെ, അപ്പം അവിടെ എന്താണ്, അത് ഓപ്ഷണൽ മണിയാണ്. ഇപ്പോൾ ബാങ്ക് ഡ്രാഫ്റ്റ്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, ക്രിപ്റ്റോ കറൻസീസ്. ക്രിപ്റ്റോ കറൻസീസ് നമുക്കറിയാവുന്നതാണ്, അതൊരു ക്രിപ്റ്റോ നെറ്റ്വർക്കിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒന്നാണ്. അതെന്താണ്, ക്രിപ്റ്റോ കറൻസി ആയിട്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് നിരസിക്കാം. പിന്നെ ഗൂഗിൾ പേയും ഓപ്ഷണൽ മണിയാണ്. അപ്പം അദ്ദേഹത്തിന് ഇപ്പം പണമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ലീഗലി നിരസിക്കാനുള്ള അവകാശമില്ല. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണൽ മണിയാണ്. ഇതൊക്കെയാണ് നോൺ ലീഗൽ ടെൻഡർ മണിയുടെ അണ്ടറിൽ വരുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസ്. ഇപ്പം ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഡു നോട്ട് ഹാവ് ലീഗൽ ബാക്കിംഗ് ആൻഡ് ദെയർ ആക്സെപ്റ്റൻസ് ഈസ് ടോട്ടലി ഓപ്ഷണൽ. ഇതിനൊന്നും ലീഗൽ ബാക്കിംഗ് ഇല്ല, ഗവൺമെൻറ് ലീഗലായിട്ട് നിയമപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആക്സെപ്റ്റൻസ് തീർത്തും എന്താണ്, ഓപ്ഷണലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.